ഹായ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ ഒരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഈ വീഡിയോ എന്തിനാണ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മൾ തമ്പനയിലിനകത്ത് കണ്ട പോലെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മാർക്കറ്റിൽ ഓടിക്കളിക്കുന്ന ഒരു വാർത്തയാണ്. RBI 2 ലക്ഷം കോടി രൂപ മാർക്കറ്റിലോട്ട് ഇറക്കാൻ പോകുന്നു. ലിക്വിഡിറ്റി എന്ന് നിങ്ങൾ പലരും കേൾക്കുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെ $10 ബില്യൺ ൻ്റെ സ്വാപ്പ് ചെയ്യാൻ പോകും. ഇതൊക്കെ എന്താണ് സംഭവം എന്ന് സത്യം പറഞ്ഞാൽ സാധാരണപ്പെട്ട സ്റ്റോക്ക് മാർക്കറ്റിലുള്ള അവർക്ക് ഇതിനെപ്പറ്റി യാതൊരു ഗ്രാഹ്യവുമില്ല. ഇതെന്താണ് ഈ പറയുന്നത്? 10 ലക്ഷം കോടി രൂപ മാർക്കറ്റിലോട്ട് ഉടനെ വരുമ്പോൾ 2 ലക്ഷം കോടി, 10 ലക്ഷം 2 ലക്ഷം കോടി, 2 ലക്ഷം കോടി രൂപ മാർക്കറ്റിൽ ഉടനെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ആ മാർക്കറ്റ് സർജാവോ, പെട്ടെന്ന് 27,000 എത്തുമോ, എന്താണ് ഈ സംഭവിക്കുന്നത്, വലിയ ബൈ വരുമോ എന്നൊക്കെയുള്ള സാധാരണപ്പെട്ടവർക്ക് ധാരാളം സംശയങ്ങളാണ്. അപ്പം അത് ഒരു ലളിതമായ ഭാഷയിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇതെന്താണ് സംഭവം, പഠിത്തമുള്ളവർക്കും വലിയവർക്കും മാത്രം മനസ്സിലായാൽ പോരായല്ലോ, സാധാരണപ്പെട്ടവർക്കും കാര്യം മനസ്സിലാകണ്ടേ. അപ്പോൾ ഞാൻ എപ്പോഴും എയിം ചെയ്യുന്നത് സാധാരണപ്പെട്ടവർ, നമുക്കൊരു മിനിമം വിദ്യാഭ്യാസ യോഗ്യത മാത്രമുള്ള, എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. പലരും എന്നോട് ചോദിച്ചു, സാറേ എനിക്ക് വിദ്യാഭ്യാസം ഇല്ല എങ്കിലും എനിക്ക് ട്രേഡ്. ഞാൻ പറയുന്നത് ബിസിനസ് ചെയ്യുന്നവരെല്ലാം വിദ്യാഭ്യാസം ഉള്ളവരാണെന്ന് നിങ്ങൾ ധരിക്കരുത്, ഇല്ലേ? അങ്ങനെയാണെങ്കിൽ വടക്കേ ഇന്ത്യയിലോട്ടും ഗുജറാത്തിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വിദ്യാഭ്യാസം സ്കൂളിൻ്റെ വരാന്തയിൽ പോലും കയറി നിൽക്കാത്ത ആൾക്കാരാണ്. പക്ഷെ അവരൊക്കെ ബിസിനസ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. അത്രയ്ക്ക് കോടി ടേൺ ഓവറുള്ള ആൾക്കാർ ധാരാളം ആൾക്കാരാണ്. അപ്പം അന്ന് പറഞ്ഞ് വിദ്യാഭ്യാസം ഇല്ല എന്നുള്ളതല്ല, അത്യാവശ്യം എഴുതാനും വായിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു പ്രാവീണ്യം നമുക്ക് വേണം. അപ്പോൾ തന്നെ അത് മാത്രമല്ല, ഒരു ബിസിനസ് ചെയ്യുന്നതിന് അത് മാത്രമല്ല മാനദണ്ഡം എന്നുള്ള കാര്യം ഞാൻ പലപ്പോഴും എൻ്റെ വീഡിയോയിൽ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ സബ്ജക്റ്റിലോട്ട് തിരിച്ചു വരാം. അപ്പം എന്താണ് ഈ സംഭവം, എന്താണ് ഈ 10 ലക്ഷം, ഈ 2 ലക്ഷം കോടി രൂപയുടെ ഈ ഇടപാട് എന്താണ് സംഭവം എന്നാണ് ഇന്ന് വളരെ ലളിതമായ ഭാഷയിൽ വിശദീകരിക്കാൻ പോകുന്നത്. അപ്പം ഈ ഡിസംബർ 23-ാം തീയതി RBI ഒരു പ്രസ് റിലീസ് ഇറക്കി, അല്ലേ? പ്രസ് റിലീസ് ഇറക്കിയത് ഞാൻ പ്രസ് റിലീസ് ഞാനൊന്ന് വായിക്കാം, അതുപോലെ തന്നെ ഞാനിവിടെ പോസ്റ്റ് ചെയ്യുകയും ചെയ്യാം. അതായത് RBI അനൗൺസ് മെഷേഴ്സ് ടു മാനേജ് ലിക്വിഡിറ്റി കണ്ടീഷൻസ്. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് OMO പർച്ചേസ് ഓപ്ഷൻസ് ഓഫ് ഗവൺമെൻറ് ഇന്ത്യ സെക്യൂരിറ്റീസ് ഫോർ ആൻ ആഗ്രിഗേറ്റ് എമൗണ്ട് ഓഫ് 2 lakh crore in 4 tranches of 50,000 crore each to be held on December 29, January 5, January 12 and January 22. അടുത്തത് രണ്ടാമത്തേത് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് USD INR ബൈ സെൽ സ്വാപ്പ് ഓപ്ഷൻ USD 10 ബില്യൺ ഫോർ എ ടെനർ ഓഫ് 3 years to be held on January 13, 2026. ഈ രണ്ട് കാര്യമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് വായിച്ച സാധാരണപ്പെട്ട ആൾക്കാർക്കൊന്നും കാര്യമൊന്നും മനസ്സിലാകുന്നില്ല സംഭവം. അപ്പം RBI ഇതിനകത്ത് എഴുതിയേക്കുന്നത് 2 ലക്ഷം കോടി രൂപ 4 പ്രാവശ്യമായിട്ട് മാർക്കറ്റിലോട്ട് എൻഫ്യൂസ് ചെയ്യും. ഇതെങ്ങനെ എൻഫ്യൂസ് ചെയ്യും? ചുമ്മാത് കൊണ്ടിറക്കുവാണോ, അല്ല ചുമ്മാതെല്ലാം വാങ്ങിക്കുവാണോ, എന്താണ് ഈ സംഭവം? ഇതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം അത് പറയുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യം നമ്മുടെ ഒരു മാർക്കറ്റ് കണ്ടീഷനും ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇതിപ്പം എന്തിനാണ് RBI ഇത് ചെയ്യുന്നത്? മാർക്കറ്റിൽ പണത്തിന് ലഭ്യത കുറവുണ്ട്, മനസ്സിലായി? മാർക്കറ്റിൽ പണത്തിന് ലഭ്യത കുറവുണ്ട്. ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് RBI ഇങ്ങനൊരു സംഭവം ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് RBI കാശ് മാർക്കറ്റിലോട്ട് ഇറക്കുന്നത്? അതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അപ്പം മാർക്കറ്റിൽ പൈസ എങ്ങനെയാണ് വരുന്നത്? ഓരോ കോർപ്പറേറ്റുകൾ അല്ലെ നമ്മൾ വ്യക്തികൾ ബാങ്കുകളിൽ നിന്ന് ലോൺ എടുക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. അങ്ങനെയല്ലേ കാശ് കിട്ടുന്നത്? നമ്മളൊരു ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളൊരു പ്രൊജക്ട് റിപ്പോർട്ടുമായിട്ട് നേരെ ബാങ്കിൽ പോകുന്നു, ബാങ്കിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കുന്നു. അവർ ഇന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, അവരെ നമ്മൾ കൺവിൻസ് ചെയ്യിച്ചതിന് ശേഷം അതിൻ്റെ അടിസ്ഥാനത്തിൽ, ആ പ്രോജക്റ്റ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു ബിസിനസ് ലോൺ ബാങ്ക് തരുന്നു, ഇല്ലേ? ഇതല്ലേ സംഭവിക്കുന്നത്? അതുപോലെ തന്നെ വലിയ വലിയ കോർപ്പറേറ്റുകളാണെങ്കിലും അതുപോലെ തന്നെ അവരവരുടേതായിട്ടുള്ള രീതിയിലുള്ള പ്രൊജക്റ്റുകൾ, അല്ലെങ്കിൽ അവരെന്ത് സംരംഭമാണ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ എന്ത് കമ്പനിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് പ്രോഡക്റ്റാണ് ഉണ്ടാക്കുന്നത്, അതിന് വേണ്ടിയുള്ള സാമ്പത്തിക സഹായം പല ബാങ്കുകളിൽ നിന്നും അവർ ലക്ഷം കോടിക്കണക്കിന് രൂപ അവർ മേടിക്കുന്നു. നമ്മളെപ്പോലുള്ളവർ 1000, 50,000, 1 ലക്ഷം, 2 ലക്ഷം, 5 ലക്ഷം ഒക്കെ വാങ്ങിക്കുന്നു. അപ്പം നമുക്ക് പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ, ഈ ഒരു പണം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെ സമീപിക്കണം? നമ്മൾ ബാങ്കിനെ സമീപിക്കണം, അല്ലേ? അപ്പം ബാങ്കാണ് നമുക്ക് ഈ പൈസ തരേണ്ടത്. അപ്പം ബാങ്കിന് എങ്ങനെ ഈ പൈസ കിട്ടും? ബാങ്കിന് ഓൾറെഡി ക്യാപിറ്റലുണ്ട്. പക്ഷേ ഈ ക്യാപിറ്റൽ ചുമ്മാതെ അവിടെ ഇരിക്കുകയല്ലല്ലോ, അത് ക്രയവിക്രയം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അല്ലേ? ബാങ്കിൻ്റെ കയ്യിലിരിക്കുന്ന പൈസ അവർ ലോണായിട്ട് കൊടുക്കുന്നു, അതിന് ഇൻട്രസ്റ്റ് കിട്ടുന്നു, ആ ഇൻട്രസ്റ്റ് കൊണ്ടാണ് ബാങ്കിൻ്റെ കാര്യങ്ങൾ നടന്നു പോകുന്നു, അവരുടെ ലാഭവിഹിതം കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഈ കൊടുത്ത കാശ് തിരിച്ചു വന്നില്ലെങ്കിലോ എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ നമ്മളെപ്പോലെ നിങ്ങളെപ്പോലെ ലോൺ എടുത്തിട്ട് ലോൺ തിരിച്ചടച്ചില്ലെങ്കിലോ ബാങ്ക് ക്രൈസിസിലാവും, അല്ലേ? അപ്പോൾ ബാങ്കിന് ക്രൈസിസ് ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത് അവിടെ? ബാങ്കിന് വീണ്ടും പുതിയ ലോൺ കൊടുക്കാനുള്ള സംവിധാനം ഇല്ലാതായി വരും. ഇപ്പം ഞാനെപ്പോഴും എൻ്റെ ക്ലാസ്സുകളിൽ പലിശക്കാരൻ്റെ കഥ പറഞ്ഞിട്ടില്ലേ? ഈ ക്ലാസ് ഇച്ചിരി നീണ്ടു പോകും കേട്ടോ. പക്ഷേങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, പഠിക്കേണ്ടവർ കേൾക്കുക. അപ്പം ഞാനിപ്പോൾ നിങ്ങളുടെ നാട്ടിലെ ഗ്രാമപ്രദേശമാണെന്ന് വിചാരിച്ചു. ഗ്രാമപ്രദേശത്തിൽ എൻ്റെ കയ്യിൽ 10 ലക്ഷം രൂപയുണ്ട്. എൻ്റെ പണി പലിശ കൊടുക്കലാണ് പണി. പലിശ കൊടുക്കൽ അവിടെ ഇങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ നമ്മുടെ എല്ലാ ഗ്രാമത്തിലും ഉണ്ടല്ലോ പലിശ കൊടുക്കലാണ് പരിപാടി. എൻ്റെ കയ്യിൽ ആകെ 10 ലക്ഷം രൂപയേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ പലർക്കും 50,000 1 ലക്ഷം രൂപ വെച്ച് സംഭവം എന്ത് ചെയ്തു? അല്ല 50,000 10,000 20,000 3,000 വെച്ച് ഇങ്ങനെ ഡെയിലി അടവിനും മാസ അടവിനും എല്ലാ പലിശയ്ക്കൊക്കെ ഈ പൈസ കൊടുക്കുക. ഈ കൊടുത്ത കാശിൽ പകുതി കാശ് തിരിച്ചു വരുന്നുള്ളൂ. ചിലരൊക്കെ കുറച്ച് പേരെന്ത് ചെയ്തു? അടവ് മുടക്കി, അല്ലെ തിരിച്ചടവ് മുടക്കി. അപ്പോൾ പ്രശ്നം ആർക്കാണ്? പ്രതിസന്ധിയിലാകുന്ന ആരാണ്? ഈ ബാങ്കർ, ഈ പലിശക്കാരനാണ് പ്രതിസന്ധിയിലാകുന്നത്. ഈ കാശ് വന്നെങ്കിൽ അവൻ അടുത്ത ആൾ വന്ന് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? പൈസ കൊടുക്കാൻ പറ്റത്തുള്ളൂ, അല്ലേ? ഈ 10 ലക്ഷം രൂപ പുറത്തു പോയിട്ട് കാശ് തിരിച്ചു വരുന്നില്ല. കാശ് തിരിച്ചു വരുന്നില്ല ഇരുന്നുള്ളവരും നാലാമതൊരാൾ വരുമ്പോൾ വീണ്ടും പുതിയൊരാൾ അവരുടെ അടുത്ത് പൈസ വാങ്ങിക്കാൻ വരുമ്പോൾ ആ ആൾക്ക് അറിയത്തില്ല ഇദ്ദേഹത്തിൻ്റെ പൈസ ഉണ്ടോ ഇല്ലെന്നുള്ള കാര്യം. അപ്പോൾ ഇദ്ദേഹം വന്ന് കാശ് ചോദിക്കുമ്പം പുള്ളി പറയുന്നത്, ഇപ്പോൾ ഇച്ചിരി ടൈറ്റാണ്, ഇപ്പോൾ പൈസ ഇല്ല, പിന്നെ വരാൻ പറയും, ഇല്ലേ? കാരണം എന്താണ്? കൊടുത്ത കാശ് തിരിച്ചു വന്നില്ല. ഇതേ സെയിം സംഗതി തന്നെയാണ് ബാങ്കിൻ്റെ കയ്യിൽ. ബാങ്ക് ധാരാളം ലോണുകൾ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പം കോർപ്പറേറ്റുകൾക്ക് മാത്രമല്ല ഗവൺമെൻറ്റിന് ലോൺ കൊടുക്കാറുണ്ട്. ഗവൺമെൻറ്റിന് എങ്ങനെയാണ് ലോൺ കൊടുക്കുന്നത്? ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ബാങ്കിൽ പണയമായിട്ട് വെച്ച് അതിൻ്റെ പുറത്താണ് സർക്കാരിന് കണക്ക് കൊടുക്കുന്നത്. കേട്ടിട്ടില്ലേ? കടപ്പത്രം എന്ന് കേട്ടിട്ടില്ലേ? കടപ്പത്രം, ബാങ്ക് സെക്യൂരിറ്റീസ്. അപ്പം ആ ബാങ്ക്സ് അത് സർക്കാരിൻ്റെ ബാങ്ക് ഗ്യാരണ്ടി, അതിനാണ് കടപ്പത്രം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ സർക്കാരിൻ്റെ ഗ്യാരണ്ടി വാങ്ങിച്ചുകൊണ്ട് പല ബാങ്കുകളുടെ കൺസോർഷ്യം, ഒരു ബാങ്കിന് എത്രയും പൈസ കൊടുക്കാനുണ്ടെങ്കിൽ 2 3 4 ബാങ്കുകൾ ചേർന്നിട്ട് എന്ത് ചെയ്യും? സർക്കാരിന് പൈസ കടം കൊടുക്കും, ഇല്ലേ? അപ്പോൾ സെക്യൂരിറ്റീസിൻ്റെ പുറത്താണ് കൊടുക്കും, ചുമ്മാ കൊടുക്കുകയല്ല. സർക്കാർ സെക്യൂരിറ്റീസ് വെച്ച്, ഇപ്പോൾ നമ്മൾ KSRTC ഒക്കെയാണ് ലോൺ എടുക്കുന്നത്. അങ്ങനെ KSRTCയുടെ പല ഡിപ്പോകളും പണയം വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ബാങ്കിൽ പണയം വെച്ചിട്ടാണ് അവർ ലോൺ എടുക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഓരോന്നിനും സെക്യൂരിറ്റീസ് ഉണ്ട്. ആ സെക്യൂരിറ്റീസ് പണയം വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ബാങ്കുകൾ ലോൺ കൊടുക്കുന്നത്. അപ്പം ഈ കൊടുക്കുന്ന പൈസ സർക്കാർ തിരിച്ചടച്ചില്ലെങ്കിലോ, അല്ലെ സർക്കാരാണ് ഇപ്പോൾ KSRTCയുടെ കടയിൽ പല പ്രാവശ്യം അടവ് മുടങ്ങിയിട്ടുണ്ട്, ഇല്ലേ? അടവ് മുടങ്ങിയാണ് വലിയ പ്രശ്നമായി KSRTC പ്രതിസന്ധിയിലായത്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ അടവ് മുടങ്ങി ഡിലേ ആകുകയോ അല്ലെങ്കിൽ നീണ്ടു പോവുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാങ്കുകൾ എന്ത് ചെയ്യും? ക്രൈസിസിലാകും. ബാങ്കുകൾക്ക് പുതിയ ലോൺ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥകൾ വരും, അല്ലെങ്കിൽ ബാങ്ക് ഞെരുങ്ങും. അപ്പോൾ ബാങ്ക് ഞെരുങ്ങുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവരുടെ പണത്തിൻ്റെ ലഭ്യത കുറയുമ്പം അവർ ലോൺ ടൈറ്റ് ആക്കും, അല്ലേ? ലോൺ കൊടുക്കുന്നത് ടൈറ്റ് ആക്കും, അല്ലെങ്കിൽ കൂടുതൽ പേപ്പർ വർക്കുകൾ വേണ്ടി വരും, അല്ലെ പല കാര്യങ്ങൾ ചോദിക്കും. അങ്ങനെ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കും, ശരിയല്ലേ? കാരണം എന്താ? ഈ ബുദ്ധിമുട്ടിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ബാങ്കിൻ്റെ പൈസ ഇല്ല കൊടുക്കാൻ. അപ്പോൾ പൈസ ഇല്ലാന്ന് തുറന്നു പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് പകരം പല നൂലാമാലകളും കാരണങ്ങളും പറഞ്ഞ് എന്ത് ചെയ്തു? അവർ തട്ടിക്കളയാൻ നോക്കും. അപ്പോൾ ഇങ്ങനെ ഒരു നിലവിൽ ഇങ്ങനൊരു അവസ്ഥ നമുക്ക് ഇന്ത്യയിൽ സംജാതമായിട്ടുണ്ട്. അതായത് പണത്തിൻ്റെ ലഭ്യത കുറവ് വന്നിട്ടുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ കയ്യിലുള്ള പൈസ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. പിന്നെ ഈ പുതിയ ഒരു ഫണ്ട് ഇറക്കാനുള്ള സെറ്റപ്പ് ഇപ്പോൾ നിലവിൽ ബാങ്കുകളുടെ ഇല്ല. അവിടെയാണ് ലിക്വിഡിറ്റി ഇല്ലെന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അതായത് ബാങ്കുകളുടെ പണത്തിന് ലഭ്യത കുറവാണ്. അപ്പോൾ ഈ കുറവ് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ആർക്കാണ് പറ്റുന്നത്? RBIക്കാണ് പറ്റുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയുള്ള അവസരത്തിലാണ് RBIയുടെ അധികാരം പ്രയോഗിക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ബാങ്കുകളൊക്കെ ഈ നമ്മളെപ്പോലുള്ളവരുടെ അല്ല, ബാങ്കുകളൊക്കെ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ബാങ്കുകൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, അല്ലേ? ഈ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഗവൺമെൻറ് സെക്യൂരിറ്റീസ് RBI അങ്ങ് വാങ്ങിക്കും ഒരു നിശ്ചിത കാലയളവിലേക്ക്. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 3 വർഷമോ 4 വർഷമോ 6 വർഷത്തെ ഒരു നിശ്ചിത കാലയളവിലേക്ക് ഈ ബാങ്കുകളുടെ ഇരിക്കുന്ന ഈ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് RBI അങ്ങ് വാങ്ങിക്കും. RBI വാങ്ങിച്ചിട്ട് അതിന് തത്തുല്യമായിട്ടുള്ള പൈസ ഒരു ചെറിയ ഇൻട്രസ്റ്റിന്, വളരെ നോമിനൽ ഇൻട്രസ്റ്റിന് 0.25 0.5 ഒക്കെ പെർസെൻറ്റേജിൽ എന്ത് ചെയ്യും? ബാങ്കുകൾക്ക് ഈ ഗവൺമെൻറ് സെക്യൂരിറ്റീസിന് പകരമായിട്ട് ബാങ്കുകൾക്ക് പൈസ കടം കൊടുക്കും. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നത്? ബാങ്കിൻ്റെ പ്രശ്നം പരിഹരിക്കും. നമ്മുടെ പഴയ പലിശക്കാരൻ എന്ന് പറഞ്ഞ പോലെ ഈ പറയുന്ന പോലെ തന്നെ പലിശക്കാരന് പൈസ തിരിച്ച് വരാൻ തുടങ്ങി. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇവരുടെ ഈ പലിശക്കാരനും പലതും ആധാരമോ അല്ലെങ്കിൽ സ്വർണ്ണമോ എന്തെങ്കിലും മേടിച്ചിട്ടായിരിക്കുമല്ലോ ഈ സംഭവം പൈസ കൊടുക്കുന്നത്. അപ്പം വേറൊരു മൂന്നാമതൊരാൾ വന്നിട്ട് ഒരു വലിയ കാശുകാരൻ എന്നിട്ട് പറയാം, ഓക്കെ കാര്യം ചെയ്യും, ഞാൻ നിങ്ങൾക്ക് കാശ് തരാം, നിങ്ങൾ കൊടുക്കുന്നതിൻ്റെ 10% പലിശ എനിക്ക് തന്നു വെച്ചാൽ മതി.
അപ്പോൾ നിങ്ങൾ അവർക്ക് 5 രൂപ പലിശയ്ക്കാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ എനിക്ക് 1 രൂപ പലിശ തന്നാൽ വെച്ചാൽ മതി, ഞാൻ നിങ്ങൾക്ക് ഇത്രയും പൈസ തരാം എന്ന് പറയുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഈ പലിശക്കാരൻ എന്ത് ചെയ്യുന്നു, ഇവൻ്റെ കയ്യിലിരിക്കുന്ന ആധാരമോ സ്വർണ്ണമോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്ത് അവന് കൊടുത്തിട്ട് അവൻ്റെ 1% പലിശയ്ക്ക് വീണ്ടും നമ്മൾ കാശ് ഇങ്ങോട്ട് മേടിക്കുന്നു. എന്നിട്ട് ഈ പൈസ വീണ്ടും എന്ത് ചെയ്യുന്നു, വേറെ ആൾക്കാർക്ക് കൊടുക്കുന്നു. അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത്, അപ്പം അവിടെയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പം നമുക്ക് പണലഭ്യത, RBI ബാങ്കുകൾക്ക് പണത്തിൻ്റെ ലഭ്യത ഉറപ്പാക്കുകയാണ്. ഈ പറയുന്ന ഗവൺമെൻറ് സെക്യൂരിറ്റീസ് വാങ്ങിച്ചിട്ട് അതിന് പകരം RBI കാശ് കൊടുക്കുന്നു. ഇതാണ് ഈ പറയുന്ന 2 ലക്ഷം കോടി രൂപ കൊണ്ട് അർത്ഥമാക്കുന്നത്. കാര്യം ക്ലിയറായിട്ട് മനസ്സിലാക്കി വിചാരിക്കുന്നു. അത് 4 ടേമായിട്ട് ഒറ്റയടിക്ക് 2 ലക്ഷം കോടി രൂപ കൊടുക്കുകയല്ല, ഓരോ പ്രാവശ്യം 50,000 കോടി രൂപ വെച്ച്. അതായത് അത് എന്നൊക്കെയാണ് ഈ പറയുന്ന ഇപ്പം ഉടനെ വരുന്ന ഡിസംബർ 29-ന്, ജനുവരി 5-ന്, ജനുവരി 12-ന്, ജനുവരി 22-ന്, ഇങ്ങനെ 4 ഭാഗങ്ങളായിട്ട് 50,000 വെച്ച് 4 പ്രാവശ്യമായിട്ട് പൈസ RBI എന്ത് ചെയ്യും, ബാങ്കുകൾക്ക് കൊടുക്കും. ഇതാണ് ഈ 2 ലക്ഷം കോടി രൂപയുടെ കണക്ക്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ബാങ്കുകളപ്പോൾ ഉഷാറാവും ഇല്ലേ, ബാങ്കുകൾക്ക് കാശ് വന്നു. അപ്പം ചോദിക്കുന്നവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ലോൺ കൊടുക്കാൻ പറ്റും. അപ്പം ലോൺ അപ്പം വളരെ ഉദാര മനസ്കതയോടെ ലോൺ കൊടുക്കാൻ പറ്റും. അപ്പം പണ്ട് 100 കൂട്ടം പേപ്പർ ചോദിച്ചിരുന്നെങ്കിൽ ഇപ്പം കാശ് ബാങ്കിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ബാങ്കിന് ഈ കാശ് ലോൺ കൊടുത്തേ നിങ്ങളുടെ പലിശ കിട്ടത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും, ലോൺ ഉദാരവൽക്കരിക്കും അല്ലേ. വളരെ ചെറിയ പേപ്പർ വർക്കുകളിൽ അല്ല ചെറിയ നോംസിൽ എന്ത് ചെയ്യാൻ പറ്റും, ആൾക്കാർക്ക് ലോൺ കൊടുക്കാൻ പറ്റും. അപ്പോഴും അവിടെ സെക്യൂരിറ്റി ഉണ്ട് എങ്കിൽ തന്നെ അത് കുറച്ചുകൂടെ ഉദാരമാക്കി പലർക്കും കോർപ്പറേറ്റുകൾക്കും അല്ലെങ്കിൽ ഗവൺമെൻറ്റുകൾക്കും അല്ലെങ്കിൽ മറ്റ് ഏജൻസികൾക്കും എന്ത് ചെയ്യും, വീണ്ടും ലോൺ കൊടുക്കും. അങ്ങനെ ആകുമ്പം ലോൺ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ പണം എവിടെ വരും, മാർക്കറ്റിൽ വരും. ശരിയല്ലേ. ഇപ്പോൾ ഞാനും നിങ്ങൾ ലോൺ എടുക്കുന്നത് എന്തിനാണ് ലോൺ എടുക്കുന്നത്, ഒരു ബിസിനസ് തുടങ്ങാനാണ്. ആ ബിസിനസ് തുടങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ എനിക്കൊരു എന്തെങ്കിലും ഒരു ബിസിനസ് സംരംഭം തുടങ്ങണം. ആ ബിസിനസ് സംരംഭം തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഷെൽട്ടർ വേണം, അല്ലെങ്കിൽ ഒരു കട പണിയണം, അല്ലെങ്കിൽ അതിനൊരു വെയർ ഹൗസ് പണിയണം ഇല്ലേ, അതിനോട് കൈ പൈസ തരും. അപ്പോൾ ആ വെയർ ഹൗസ് പണിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, അതിന് വേണ്ട മെറ്റീരിയലും സാധനങ്ങളൊക്കെ പോയി കടയിൽ പോയി വാങ്ങിക്കും. അപ്പോൾ അവിടെ ഒരു പർച്ചേസ് നടന്നു. എവിടെയാണ് പർച്ചേസ് നടന്നത്, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് നമ്മൾ പോയി ആ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കടകളിൽ പോയി സാധനം വാങ്ങിക്കുന്നു. അപ്പോൾ ആ കാശ് എവിടെ നിന്നാണ് വന്നത്, ബാങ്ക് ഈ ലോൺ ഇവനായിട്ട് കൊടുത്തു. ഈ ലോൺ ഇവൻ വാങ്ങിച്ചിട്ട് ഇവനിപ്പോൾ ഒരു വെയർ ഹൗസ് പണിയണമെന്നുണ്ടെങ്കിൽ ആ വെയർ ഹൗസിന് വേണ്ടിയുള്ള മെറ്റീരിയൽസ് നമ്മൾ ആ കടയിൽ പോയി വാങ്ങിക്കുന്നു. ആ കടയിൽ ആ കടയിൽ പോയി റീറ്റെയിലർക്ക് പോയി ആ സാധനം വാങ്ങിച്ച് അവൻ്റെ കട നടത്തുന്നു. അപ്പോൾ അവിടെ ചിലവ് എന്ത് ചെയ്യുന്നു, അവിടെ കൺസംഷൻ കൂടുകയാണ് ഇല്ലേ. ആ കടയിൽ പോയി സാധനം വാങ്ങിച്ച് കഴിഞ്ഞാൽ ആ കടയിലെ സാധനത്തിന് ചിലവ് കൂടുകയാണ് അല്ലേ. അപ്പോൾ അവനെന്ത് ചെയ്യും, ആ കടക്കാരൻ എന്ത് ചെയ്യും, വീണ്ടും അവൻ എന്ത് ചെയ്യും, അവൻ്റെ കമ്പനിയിലേക്ക് അല്ലെങ്കിൽ ഡയറക്റ്റ് കമ്പനിയിലേക്ക് അല്ലെങ്കിൽ അവൻ്റെ സപ്ലയർ ആരാണോ അവിടെ വിട്ട് സാധനം ഓർഡർ ചെയ്യും ഇല്ലേ. അപ്പോൾ കാരണം കൺസംഷൻ കൂടി, ചിലവ് കൂടി, സാധനങ്ങൾക്കുള്ള ഉപഭോഗം കൂടി. അപ്പം അവൻ്റെ കമ്പനിയിലോട്ട് ഓർഡർ ചെയ്യും. അപ്പോൾ കമ്പനിക്ക് എന്ത് ചെയ്യണം, കൂടുതൽ പ്രൊഡക്ഷൻ നടത്തണം ഇല്ലേ. കൂടുതൽ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ അവിടെ എന്ത് ചെയ്യും, അവിടെ എന്താ സംഭവിക്കുന്നത്, അവന് കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കൂടുതൽ മാർജിൻ, കൂടുതൽ വരുമാനം, ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഒന്നിനോട് ബന്ധപ്പെട്ട് കിടക്കുക. എവിടെയാണ് സംഭവിച്ചത്, RBI ഇവിടെ കാശ് കൊടുത്തത് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ആ ശൃംഖല ഒരു കണ്ണിയായിട്ട് എവിടം വരെ പോയി അല്ലേ. ബാങ്കിൽ നിന്ന് ഒരാൾ ലോൺ എടുക്കുന്നു, ആ ലോൺ എടുത്തിട്ട് അവൻ ആ ലോൺ വെച്ചിട്ട് അവൻ്റെ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ അവർ വീട് വെക്കുന്നു, അല്ലെങ്കിൽ വെയർ ഹൗസ് പണിയിൽ അല്ലെങ്കിൽ വേറെ മൂന്നാമത് എന്തെങ്കിലും സാധനം പർച്ചേസ് ചെയ്യുന്നു. അപ്പോൾ ആ പല രീതികളിൽ എന്ത് ചെയ്യുന്നു, ആ പൈസ മാർക്കറ്റിൽ വരുന്നു. അപ്പം ആ ഒരു ചെയിൻ പോലെ ഈ പൈസ എന്ത് ചെയ്യും, മാർക്കറ്റിൽ സർക്കുലേറ്റ് ചെയ്യും. അപ്പം അവിടെ ഒരു കാര്യം സംഭവിക്കും. എന്താണ്, പണത്തിൻ്റെ ലഭ്യത കൂടുമ്പോൾ ആൾക്കാർ സ്പെൻഡ് ചെയ്യുന്നത്, ചിലവാക്കുന്ന അതിൻ്റെ തോത് കൂടും. ആ തോത് കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇൻഫ്ലേഷൻ കൂടും, പണപ്പെരുപ്പം കൂടും. ഈ സംഗതി ആർക്കറിയാം, RBIക്ക് അറിയാം ഇല്ല. ഈ കാശ് ഇങ്ങനെ മാർക്കറ്റിൽ വരുമ്പോൾ പണപ്പെരുപ്പം കൂടാനുള്ള, ഇൻഫ്ലേഷൻ കൂടാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള കാര്യം RBIക്ക് അറിയാം. പക്ഷെങ്കിൽ അവിടെയാണ് RBIയുടെ കളി. RBIക്ക് അറിയാം, ഇപ്പോഴത്തെ RBIയുടെ കണ്ടീഷൻ അനുസരിച്ച് നമ്മളുടെ ഇൻഫ്ലേഷൻ അറൗണ്ട് 2% അടുത്താണ്. 2%. ഒക്ടോബറിൽ 1.75 1.79 എത്രയും കണ്ടേ ഉള്ളായിരുന്നു നമുക്ക് ഇൻഫ്ലേഷൻ. ഈ നവംബർ ആയപ്പോഴാണ് 2.35 എങ്ങാണ്ട് ആ റേഞ്ചിലോട്ട് വന്നത്. അപ്പോൾ RBIയുടെ റേഞ്ച് അനുസരിച്ച് 2-നും 4-നും ഇടയിൽ നിന്നാൽ മതി ഇൻഫ്ലേഷൻ. മനസ്സിലായോ, 2-നും 4-നും ഇടയിൽ നിന്നേച്ചാൽ മതി ഇൻഫ്ലേഷൻ്റെ റേറ്റ്. അത് ഒരു നോമിനൽ ഒരു കൺട്രിക്കുള്ള ഒരു റേഞ്ചാണ് 2 to 4. RBIയുടെ റേഞ്ച് അതാണ്. അപ്പോൾ ഇപ്പം നമുക്ക് ഇൻഫ്ലേഷൻ വളരെ കുറവാണ്. അപ്പം കുറച്ച് ഇൻഫ്ലേഷൻ കൂടിയാലും നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാകില്ല. ഒരു ഫാസ്റ്റ് ഗ്രോവിങ് എക്കണോമിക് ആണെന്നുണ്ടെങ്കിൽ 3 to 6% ആണ് അവരുടെ ഇൻഫ്ലേഷൻ റേറ്റ്. അപ്പം ഇതാണ് ഈ പറയുന്ന
10 ലക്ഷം കോടി രൂപ 2 ലക്ഷം കോടി രൂപ മാർക്കറ്റിൽ വരുന്നു പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമെന്ന് പറയുന്നു. ഇപ്പോൾ മാർക്കറ്റിലോട്ട് എങ്ങനെയാണ് ഈ പൈസ വരുന്നതെന്നുള്ള കഥ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു സംഗതിയുണ്ട്. അതിൻ്റെ അടുത്ത സംഗതിയാണ് ഡോളറിൻ്റെ കണക്ക് നിങ്ങൾ കേട്ടു ഇല്ലേ? എത്ര ബില്യനാണ്? $10 ബില്യൺ ഇതുപോലെ തന്നെ മാർക്കറ്റിലോട്ട് വരുന്നു. സ്വാപ്പ് എന്നാണ് എന്ന് പറയുന്നത്. അത് ഇവിടെ ഇരിക്കുന്നത് ഇങ്ങനെയാണ്: USD INR ബൈ ആൻഡ് സെൽ സ്വാപ്പ് ഓപ്ഷൻ USD $10 ബില്യൺ ഫോർ ടെനർ ഓഫ് 3 years. അതായത് ഈ പറയുന്ന പോലെ തന്നെ ഇപ്പം നമ്മുടെ ഇന്ത്യൻ റുപ്പിക്ക് വില ധാരാളം ഇടിഞ്ഞു ഇല്ലേ? 91 വരെ പോയി ഇന്ത്യൻ രൂപയുടെ വില നിലവാരം. അതായത് നമ്മുടെ പൈസയ്ക്ക് വില കുറഞ്ഞു, വാല്യൂ വളരെ കുറയുന്ന ഒരു സംഭവം ഈയിടെയായിട്ടുണ്ടായി. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അപ്പോൾ ഈ വില ഇങ്ങനെ ഇടിയുന്നത് പിടിച്ചു നിർത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഇന്ത്യയുടെ രൂപയുടെ മൂല്യം നമ്മൾ കുറച്ച് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഡോളർ കണ്ടമാനം കിടന്ന് കളിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യയുടെ രൂപയുടെ ആധിപത്യം ഡോളറിനാണ്. ആ ആധിപത്യം ഡോളറിനുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ രൂപയുടെ മൂല്യം കുറഞ്ഞു വരും. അപ്പം ഈ കടന്ന് ആധിപത്യം കളിക്കുന്നവനെ ഒന്ന് ഒതുക്കിയാലോ എന്താ സംഭവിക്കുന്നത്? പച്ചമലയാളത്തിൽ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, കൂടുതൽ കിടന്ന് കളിക്കുന്നവനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പണി കൊടുത്ത് ഒതുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവൻ്റെ ആ നെകളിപ്പങ്ങ് നിൽക്കും ഇല്ലേ? അപ്പം ഇപ്പം നിങ്ങളുടെ ഇപ്പോൾ ചെറിയൊരു ഗ്രാമം ഇല്ലേ? ഒരു ഗ്രാമത്തിൽ കുറേ ആൾക്കാരുണ്ട്. അവിടെ ഒരു ഗുണ്ടാത്തലവനുണ്ട് ഇല്ലേ? ഈ ഗുണ്ടാത്തലവൻ എപ്പോഴും ഈ ആൾക്കാരെ ഇങ്ങനെ എന്ത് ചെയ്തു? ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കും ഇല്ലേ? ഒരു തരത്തിൽ അങ്ങോട്ടും വിടത്തില്ല ഇങ്ങോട്ടും വിടത്തില്ല, ഒരു തരത്തിലും ഗതി പിടിപ്പിക്കാൻ സമ്മതിക്കാത്ത ഒരു ഗുണ്ട നിങ്ങളുടെ നാട്ടിലുണ്ടെന്ന് വിചാരിച്ചോ. അപ്പം ഒരാൾ അവനേക്കാൾ ആ ഗുണ്ടേക്കാൾ കുറച്ച് എന്താ പറയുന്നത്, ഇച്ചിരി കപ്പാസിറ്റി അല്ലെ കഴിവുള്ളവൻ അല്ലെങ്കിൽ ഇച്ചിരി തണ്ടുനടിയുള്ളവൻ എന്ത് ചെയ്തു? ഇവനെ ഒതുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവനൊരു നല്ല മനുഷ്യനാണ്. ഇവർക്ക് ഈ ഗ്രാമത്തിലുള്ളവർക്ക് ഗതി പിടിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരുത്തൻ, എന്നാൽ ഇച്ചിരി കപ്പാസിറ്റി ഉള്ള ഒരുത്തൻ ഈ ഗുണ്ടയെ ഒതുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ ആധിപത്യം അങ്ങ് നിൽക്കും ഇല്ലേ? ആധിപത്യം നിൽക്കുന്ന അവിടുത്തെ ജനങ്ങൾക്ക് എന്ത് ചെയ്യും? ഒരു വളർച്ച ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു മേൽക്കൈ ഒരു മേന്മ ഉണ്ടാകും ആ ഗ്രാമത്തിൽ ഇല്ലേ? അത്രയേ ഉള്ളൂ സംഭവം. ഇവിടെ ഡോളർ കിടന്ന് കളിക്കുന്നതുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ റുപ്പിക്ക്, ഞാൻ ഈ വളരെ സിമ്പിൾ മലയാളത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് ഞാൻ ഈ പറയുന്നത് ചിലപ്പം പല തെറ്റുകുറ്റങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ ടേംസിനോ കാര്യങ്ങൾക്കൊക്കെ വളരെ മാറ്റങ്ങൾ കാണും, അല്ലെങ്കിൽ ചിലപ്പോൾ അത്ര ആക്യുറേറ്റ് ആയിരിക്കും. പക്ഷേ നമ്മുടെ സാധാരണപ്പെട്ട ആൾക്കാർക്ക് കാര്യം എന്താണെന്ന് മനസ്സിലാകണം. അത് മാത്രമേ ഉള്ളൂ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം ഈ പറയുന്ന ഡോളറിനെ ഒന്ന് അടിച്ചമർത്താൻ വേണ്ടി RBI എന്ന് ശ്രമിക്കുന്നു. അതിനെന്ത് ചെയ്യുന്നു? RBI അപ്പോൾ ഈ ഡോളർ ചുമ്മാ മാർക്കറ്റിൽ കിടക്കുകയല്ലല്ലോ, ഈ ഡോളർ ആറിലിരിക്കുന്നത്. ഈ പറയുന്ന പോലെ തന്നെ നമ്മളുടെ ബാങ്കുകളുടെ ഇരിപ്പുണ്ട്. ബാങ്കുകളുടെ ഡോളറിൻ്റെ വലിയ സമാഹാരം ഇരിപ്പുണ്ട്. ഈ ഡോളർ ബാങ്കിൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. അപ്പം RBI എന്ത് ചെയ്യുന്നു? ഈ ഡോളർ അങ്ങ് വാങ്ങിച്ചിട്ട് ബാങ്കിനോട് പറയും, 3 വർഷത്തേക്ക് ഞാൻ ഈ സാധനം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ ഡോളർ ഞാൻ വാങ്ങിക്കുകയാണ്. വാങ്ങിച്ചതിന് ശേഷം 3 വർഷത്തിന് ശേഷം ഒരു നിശ്ചിത തുകയുടെ കൂട്ടി നിങ്ങൾക്ക് ഈ സാധനം ഞാൻ തിരിച്ചു തരാം എന്ന് പറഞ്ഞ് ബാങ്ക് എന്ത് ചെയ്യുന്നു? അതാണ് സ്വാപ്പ് എന്ന് പറയുന്നത്. ഒരിക്കൽ നമ്മൾ വാങ്ങിച്ച സാധനം അതുപോലെ തന്നെ ഒരു നിശ്ചിത കാലാവധി കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കുന്നു. ഇതാണ് സ്വാപ്പ് എന്ന് പറയുന്നത്. സ്വാപ്പ് എന്ന് പറഞ്ഞാൽ എന്തല്ല, എക്സ്ചേഞ്ച് അങ്ങോട്ട് കൊടുത്ത് ഒന്നിന് പകരം ഒന്ന് അങ്ങോട്ട് കൊടുത്തിട്ട് തിരിച്ചിങ്ങോട്ട് വാങ്ങിക്കുന്നു. അതാണ് സ്വാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. രണ്ടും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നു. എന്തായാലും കറക്റ്റ് ടേം എനിക്കറിയത്തില്ല. നമ്മളൊരു സാധനം അങ്ങോട്ട് കൊടുക്കുന്നു, അതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ആ സാധനം തിരിച്ചു വാങ്ങിക്കുന്നു. അതിനാണ് സ്വാപ്പ് എന്ന് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് അത്ര മനസ്സിലാക്കിയാൽ മതി. അപ്പം ബാങ്കുകളിൽ ഇരിക്കുന്ന ഡോളർ എന്ത് ചെയ്യുന്നു? RBI വാങ്ങിച്ചതിന് ശേഷം ഒരു 3 വർഷം, അങ്ങനെ കറക്റ്റ് എഴുതിയിരിക്കുന്നത്, ഹെൽഡ് ഓൺ January 2026 ടെനർ ഓഫ് 3 years. 3 വർഷത്തെ January 13, 2026 മുതൽ 3 വർഷത്തേക്ക് ഈ പറയുന്ന ബാങ്കുകളിൽ ഇരിക്കുന്ന ഡോളർ, അതായത് മാർക്കറ്റിലുള്ള ഡോളർ RBI വാങ്ങിച്ചതിന് ശേഷം 3 വർഷത്തിന് ശേഷം ഒരു നിശ്ചിത ഒരു ഇൻട്രസ്റ്റോടെ കൂട്ടി ബാങ്കുകൾക്ക് അത് തിരിച്ചു നൽകുന്നു. അപ്പം ആ ഡോളറിൻ്റെ ലഭ്യത എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു മാർക്കറ്റിൽ. അപ്പോൾ അങ്ങനെ ഡോളറിൻ്റെ ലഭ്യത കുറയുമ്പോൾ പിന്നെ നമ്മുടെ ഇന്ത്യൻ രൂപ എന്ത് ചെയ്യും? കുറച്ച് ശക്തിപ്പെടും. ഇതാണ് ഈ പ്രഖ്യാപനം വന്നപ്പോൾ തന്നെ നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് 91 വരെ പോയതിപ്പം ഏകദേശം 89 വരെയായി. അപ്പം ഇതാണ് RBI ഇതുവഴി സ്വാപ്പ് കൊണ്ട്, ഈ $10 ബില്യൺ സ്വാപ്പ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞത് സിമ്പിൾ മലയാളം നിങ്ങൾക്ക് സാധാരണപ്പെട്ട ആൾക്കാർക്ക് മനസ്സിലാകേണ്ട രീതിക്ക് ജസ്റ്റ് ഞാനൊരു എന്താ പറയുക നാടൻ ഭാഷയിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ
ഇതിൻ്റെ അന്തസത്ത, ഇതിൻ്റെ ആശയം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അത്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് മാത്രമാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. കാര്യം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം അങ്ങനെ ഒരു സ്വാപ്പ് നടത്തിയപ്പോൾ തന്നെ അങ്ങനെ $10 ബില്യൺ പിന്നെ മാർക്കറ്റിൽ നിന്ന് RBI വാങ്ങിക്കും എന്നൊരു ന്യൂസ് വന്നപ്പോൾ തന്നെ ഓൾറെഡി നമ്മുടെ ഇന്ത്യൻ രൂപ എന്ത് ചെയ്തു, കുറച്ച് ശക്തി ആർജിച്ചു. അപ്പം ഇങ്ങനൊരു സംഭവം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഇന്ത്യൻ രൂപ കുറച്ചുകൂടെ ശക്തിപ്പെടും. അപ്പം ഈ രണ്ട് സംഭവങ്ങൾ അതിനകത്തൊരു രത്ന ചുരുക്കം ജസ്റ്റ് ഇത് മാത്രമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാര്യം ഏകദേശം പിടികിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾക്ക് ഈ കാര്യം, ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലെന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ് വഴി താഴെ ഇട്ട് കഴിഞ്ഞാൽ അത് പിന്നെയും ഇതുപോലുള്ള നിങ്ങൾക്ക് ഗുണമായെങ്കിൽ ഇതുപോലുള്ള ഇനിയും വേറെ വീഡിയോകളുണ്ടല്ലോ, അതുപോലെ ഓരോ അവസരത്തിൽ നമുക്ക് അങ്ങനെ ഓരോ വീഡിയോകൾ ചെയ്യാം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലായി എങ്കിൽ നിങ്ങളത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പം വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാവർക്കും ഒരു വീക്കെൻഡ് ആശംസിക്കുന്നു. പഠിക്കാൻ ശ്രമിക്കുക എല്ലാവരും. ഓക്കെ, താങ്ക് യു.